നിങ്ങളൊരു ആത്മാവിനെ കണ്ടു. ചിലപ്പോൾ മനുഷ്യരൂപത്തിലായിരിക്കും. അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും നിങ്ങൾ കണ്ട ആത്മാവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെയാണ് അപ്പാരിഷണൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. സെക്കൻഡുകൾ നീണ്ടുനിന്ന അനുഭവത്തിനിടയിൽ പ്രേതത്തിനോട് ഒരു കോൺവെർസേഷൻ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു പാരനോമൽ ഇവന്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ പാരാസൈക്കോളജിയുടെ കണ്ണിൽ നിന്ന് നോക്കിയാൽ അത് മരിച്ച സ്ത്രീയുടെ പ്രേതം തന്നെയാണ്. അതായത് പെട്ടിയിൽ നിന്നും എണീറ്റ് വന്ന സ്ത്രീയുടെ ആത്മാവ് തന്നെയാണ് എന്നത് തന്നെയാണ് ഒരുപക്ഷെ വിലയിരുത്തേണ്ടി വരിക. ഇനി സൈക്കോളജി എന്തായിരിക്കും പറയുന്നത് എന്ന് കേൾക്കാം. ഹാലുസിനേഷൻ തന്നെയാണ് സൈക്കോളജി നൽകുന്ന ഉത്തരം എന്നുള്ളത്. സ്വാഭാവികമായും സ്ട്രെസ് ലെവൽ കൂടുമ്പോഴാണ് ചിന്തകളും വർദ്ധിക്കുന്നത്. അപ്പോഴാണ് അപ്പാരിഷണൽ എക്സ്പീരിയൻസ് മുതലായവ കൂടുതലായും ഉണ്ടാകുന്നത്. ഹാലുസിനേഷൻസ് മുതലായവ ഉണ്ടാകുന്നതും അപ്പോൾ തന്നെയാണ്. അപ്പാരിഷണൽ എക്സ്പീരിയൻസ് എന്നുള്ളത് ഹാലുസിനേഷൻ എന്ന് തന്നെയാണ് സൈക്കോളജി വിലയിരുത്തുന്നത്. ട്രെയിനിൽ വെച്ച് തന്നെ ആ ശവപ്പെട്ടി ഒരുപക്ഷെ ഇയാൾ കണ്ടിട്ടുണ്ടാകാം. ശവപ്പെട്ടിയുടെ പുറം ഗ്ലാസിലുള്ളതാണെങ്കിൽ ഒരുപക്ഷെ അനുഭവം ഉണ്ടായ ആൾക്ക് പച്ച സാരി ഉൾപ്പെടെയുള്ളവ നേരിട്ട് കണ്ടിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പിന്നീട് ഹാലുസിനേറ്റ് ചെയ്തതുമാകാം. അങ്ങനെയാണെങ്കിൽ വിഷ്വൽ ഹാലുസിനേഷൻ, ഓഡിറ്ററി ഹാലുസിനേഷൻ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ശവപ്പെട്ടി ഒന്നും ഇയാൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സ്ത്രീയെ മുൻപോ ട്രെയിനിൽ വെച്ചോ ഒന്നും കണ്ടിട്ടില്ല എങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയി അയാൾ ആ സ്ത്രീയെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാകാമെങ്കിൽ ഹാലുസിനേഷൻ എന്ന ഒറ്റ വാക്കിൽ നമുക്ക് അതിനെ ഒതുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊരു സാധ്യത എന്നുള്ളത് ഒരുപക്ഷെ ഇയാൾ ഒന്നും തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ വേറെ ആരെയോ കണ്ട് തെറ്റിദ്ധരിച്ചതുമാകാം. അവസാനം കണ്ട സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞ രൂപമാണ് താൻ കണ്ടതെന്ന് അയാളുടെ മനസ്സ് അയാളെ വിശ്വസിപ്പിച്ചതുമാകാം. അതായത് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയ അയാൾ വെള്ളവുമായി പുറത്തേക്ക് പോകുന്നു. ആരോ വാതിലിൽ മുട്ടിയതും വെള്ളം ചോദിച്ചതും ഒക്കെ ആയി ഹാലുസിനേറ്റ് ചെയ്യുന്നു. പിന്നീട് അവസാനം ഇരുന്ന അയാൾ പറഞ്ഞ രൂപവും ഭാവവും ഉള്ള ആളെയാണ് അയാൾ കണ്ടത് എന്ന് അയാളുടെ മനസ്സ് അയാളെ വിശ്വസിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള അവസ്ഥകൾ മനുഷ്യന് ഉണ്ടായേക്കാവുന്നതാണ്. ചിന്തകൾക്കും മനസ്സിനും ഇത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടായേക്കാവുന്നതുമാണ്. ഇതൊരു സത്യാവസ്ഥയാണെങ്കിൽ പൂർണ്ണമായും ഒരു ഉത്തരം കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. എന്നിരുന്നാൽ കൂടിയും കോംപ്ലക്സ് വിഷ്വൽ ഹാലുസിനേഷൻ, ഓഡിറ്ററി ഹാലുസിനേഷൻ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം എന്നുള്ളതാണ്. അതീന്ദ്രിയ അനുഭവങ്ങളും മായക്കാഴ്ചകളും എല്ലാം മനസ്സിന്റെ തന്നെ മായാവിദ്യകളല്ലേ.